ട്രാവൽ ടാങ്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഗുൽമർഗിലേക്കാണ്. ശ്രീനഗറിൽ നിന്നും 56 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് മാറി ബാരാമുള്ള ജില്ലയിലാണ് ഗുൽമർഗ്. ഗുൽമർഗ് എന്ന് പറഞ്ഞാൽ മെഡോ ഓഫ് ഫ്ലവേഴ്സ് എന്ന അർത്ഥം, പൂക്കളുടെ മൈതാനം. അവിടെ കുറച്ച് കാഴ്ചകളുണ്ട്. പിന്നെ മറ്റൊന്നുള്ളത് അവിടുത്തെ കേബിൾ കാറാണ്. 2 നിലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കേബിൾ കാറിലൂടെയുള്ള ഒരു യാത്ര. അതിൻ്റെ കാഴ്ചകളിലേക്ക് കാശ്മീരിലെ പ്രകൃതി ഭംഗിയും അതുപോലെ പൈൻ മരങ്ങളൊക്കെ കണ്ട് യാത്ര ചെയ്ത് നമ്മളിപ്പോൾ ഗുൽമർഗിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗുൽമർഗിൽ മഞ്ഞ് മൂടിയ മലനിരകളാണ് ഇവിടുത്തെ കാഴ്ച. ഇത് 2 ഫേസിലായിട്ടാണ് ഇത് കിടക്കുന്നത്. ആദ്യത്തെ ഫേസിൽ സമുദ്രനിരപ്പിൽ നിന്ന് 8694 അടി ഉയരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടുന്ന് പിന്നെ അടുത്ത ഫേസിൽ, അത് രണ്ടാമത്തെ ഫേസിൽ 13054 അടി ഉയരത്തിലേക്ക് പോകുന്നു. ഗൊണ്ടോള എന്നറിയപ്പെടുന്ന കേബിൾ കാറിലാണ് നമ്മൾ ഫേസ് 1ലേക്കും 2ലേക്കും പോകുന്നത്. ഗൊണ്ടോളയുടെ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. പോകുന്ന വഴിക്ക് മഞ്ഞ് മൂടിയ മലനിരകളും അതുപോലെ നിരപ്പായ സ്ഥലങ്ങളൊക്കെ കാണാം. അങ്ങനെ നമ്മളിപ്പോൾ നടന്ന് ഗൊണ്ടോളയുടെ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഗൊണ്ടോള ഫേസ് 1 ഗുൽമർഗ് റിസോർട്ട് ബേസിനെ കോങ്ഡൂരി സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 8694 അടി ഉയരത്തിലേക്കാണ് ഇത് പോകുന്നത്. ഏകദേശം 15 മിനിറ്റാണ് ഈ സമയം എടുക്കുന്നത്. പോകുന്ന വഴി പൈൻ വനങ്ങളുടെയും പുൽമേടുകളൊക്കെ കാഴ്ചകൾ കാണാം. ഫേസ് 1 സ്കീയിങ്ങും കുതിരസവാരിയും ഗ്ലാസ് ഇഗ്ലൂ കഫേകളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഗൊണ്ടോളകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിലേക്കാണ് ഇനി കയറുന്നത്. മഴയൊക്കെ ഉള്ള കാരണം കാഴ്ച അത്ര വ്യക്തമല്ലായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഫേസ് 1 എത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല മഞ്ഞും മഴയൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. ഞങ്ങൾ ചെന്ന ഉടനെ നല്ല മഞ്ഞൊക്കെ ആയിരുന്നു. അതിനുശേഷം ഇടയ്ക്കൊന്ന് കാലാവസ്ഥ മാറി, മഞ്ഞൊക്കെ പോയി തെളിഞ്ഞൊരു കാലാവസ്ഥ വന്നു. പിന്നീട് ഒരു മഴയും വന്നു. കാലാവസ്ഥ മോശമായതിനാൽ ഫേസ് 2ലേക്കുള്ള പ്രവേശനം നിരോധിച്ചു. അവിടെ നല്ല മഴയും കാറ്റുമൊക്കെ കാരണം അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഫേസ് 2ലേക്കുള്ള ഗൊണ്ടോളയാണ് ഈ പോകുന്നത്. മഞ്ഞും മഴയൊക്കെ മാറി ഇപ്പോൾ കാഴ്ചകൾ ഒന്നുകൂടി വ്യക്തമായിട്ട് കാണാം. തൊട്ടടുത്ത് തന്നെ മലനിരകളിൽ മഞ്ഞ് മൂടി കിടക്കുന്നതാണ് കാഴ്ച.
ഗൊണ്ടോള ഫേസ് 2 ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയതും നീളമേറിയതുമായ കേബിൾ കാർ യാത്രയാണ്. ഇത് കോങ്ഡോറി സ്റ്റേഷനിൽ നിന്ന് ഹിമാലയത്തിലെ അഫർവദ് കൊടുമുടിയിലേക്ക് പോകുന്നു. ഏകദേശം 13,054 അടി ഉയരത്തിലേക്കാണ് പോകുന്നത്. മഞ്ഞുമൂടിയ പർവ്വതനിരകളുടെ അതിശയിപ്പിക്കുന്ന പനോരമിക് കാഴ്ചകൾ ഇവിടെ കാണാം. കൂടാതെ സ്കിയർമാർക്കും സ്നോ ബോർഡർമാർക്കും ഒരു പ്രധാന കേന്ദ്രമായി ഇവിടെ ഇത് പ്രവർത്തിക്കുന്നു. അവിടുന്ന് നമ്മളിപ്പോൾ ശ്രീനഗറിലെ ഒരു ഹാൻഡ്ലൂം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സെൻ്ററിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറേ സാരികളും അതുപോലെ ആർട്ട് വർക്ക് ചെയ്ത ഡിസൈൻ വർക്ക് ചെയ്ത ചുരിദാറുകൾ അങ്ങനെയുള്ളതിൻ്റെ വിൽപ്പന കേന്ദ്രമാണ്. അതുകൂടാതെ കുറേ സോവനിയറും കരകൗശല വസ്തുക്കളും ഇവിടെയുണ്ട്. മുകളിലത്തെ നിലയിലേക്ക് കയറുകയാണെങ്കിൽ ഇവിടെ കുറച്ച് കരകൗശല വസ്തുക്കൾ കാണാം. സോനിയറുകൾ, ബാഗുകൾ, അതുപോലെ ചെറിയ ചെറിയ കുറേ കരകൗശല വസ്തുക്കളുടെ ഒരു ശേഖരം തന്നെയുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് 4-5 തുന്നൽക്കാരിരുന്ന് എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നത് കാണാം. ചുരിദാറിനും നൈറ്റിക്കൊക്കെയുള്ള എംബ്രോയ്ഡറി വർക്കാണിത്. ഒരു ഡിസൈൻ ആദ്യം തുണിമ വരച്ചിട്ട് അതിലൂടെ തയ്ക്കുന്നു. അങ്ങനെ തയ്ച്ച ഡിസൈനുകൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. മറ്റൊരാൾ വേറൊരു ഡിസൈൻ തയ്ക്കുന്നു. ഇവിടെ 2 പേരിരുന്ന് വലിയൊരു കാർപ്പറ്റാണ് നെയ്തെടുക്കുന്നത്. കാർപ്പറ്റിൻ്റെ പിൻഭാഗമാണ് ഈ കാണുന്നത്. ആവശ്യമായ ഡിസൈനിലുള്ള ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ടാണ് അവർ ഈ ഡിസൈൻ ഉണ്ടാക്കുന്നത്. ഇതാണ് കാർപ്പറ്റിൻ്റെ മുൻഭാഗം. ഈ ഡിസൈനാണ് കാർപ്പറ്റിൽ നമ്മൾ കാണാം. ഇവിടെ ഒരു നെയ്ത്തുകാരൻ
പശ്മിന ഷാൾ നെയ്യുന്നത് കാണാം. ലഡാക്കിലെ ചാങ്താങ്ങി പ്രദേശത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 4500 മീറ്റർ ഉയരത്തിൽ വളർത്തുന്ന ആടുകളാണ് ചാങ്താങ്ങി ആടുകൾ. അവയുടെ രോമത്തിൽ നിന്നാണ് ഈ പശ്മിന ഷാളിനുള്ള നൂല് ഉണ്ടാക്കുന്നത്. ഇവിടെ നല്ല തണുപ്പാണ്. ഈ കൊടും തണുപ്പിനെ അതിജീവിക്കാൻ മൃഗങ്ങൾ അവയുടെ കട്ടിയുള്ള പുറം രോമങ്ങൾക്കിടയിൽ നേർത്തതും ചൂടുള്ളതുമായ ഒരു അടിവസ്ത്രം വികസിപ്പിക്കുന്നു. കാലാവസ്ഥ ചൂടാകുമ്പോൾ മൃഗങ്ങൾ സ്വാഭാവികമായി ഇത് പൊഴിക്കുമ്പോൾ ഇടയന്മാർ ഓരോ വസന്തകാലത്തും ശേഖരിക്കുന്ന അണ്ടർകോട്ട് പാഷം ആണിത്. ശേഖരിച്ചു കഴിഞ്ഞാൽ അസംസ്കൃത പാഷ്മിനെ പരുക്കൻ പുറം രോമങ്ങളിൽ നിന്ന് കൈകൊണ്ട് ശ്രദ്ധാപൂർവം വേർതിരിക്കുന്നു. ഈ പ്രക്രിയ ഡീഹെയറിംഗ് എന്ന് വിളിക്കുന്നു. ഇത് അൾട്രാഫൈൻ കാശ്മീർ നാരുകളെ അതിനു മുകളിൽ വളരുന്ന പരുക്കൻ ഗാർഡ് രോമങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നു. ഓരോ ചാങ്താങ്ങി ആടും പ്രതിവർഷം 80-170 ഗ്രാം ഉപയോഗയോഗ്യമായ പാഷം മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഈ ക്ഷാമവും ഇതിന് വരുന്ന കൂടുതൽ അധ്വാനവുമാണ് ഇതിന് ഇത്രയും വില ഉയർത്തുന്നത്. ഒരു ഷാളിന് ഏകദേശം 2000 മുതൽ 1,00,000 രൂപ വരെ വില വരും. ഇവിടെ നിന്നും നമ്മൾ അടുത്ത കാഴ്ചയിലേക്ക് പോവുകയാണ്. ശ്രീനഗറിൻ്റെ ഹൃദയമായ ലാൽ ചൗക്കിൽ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. ഘണ്ടാഘർ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അവിടേക്കാണ് അടുത്ത യാത്ര. 1980-ൽ ആദ്യം നിർമ്മിച്ച ഇത് ശ്രീനഗർ സ്മാർട്ട് സിറ്റിയുടെ പദ്ധതിയുടെ ഭാഗമായി ഒരു പൂർണ്ണ പുനർവികസനത്തിന് വിധേയമായി ആധുനിക രൂപകൽപ്പനയും ചലനാത്മകമായ പ്രകാശവും ഉൾക്കൊള്ളുന്നു. ഈ എപ്പിസോഡോട് അവസാനിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ.